കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് വിഭജനം വിഷയത്തിൽ ഇന്ന് ഇടതുമുന്നണിയിൽ നിർണായകമായ ചർച്ച നടക്കുകയാണ്. കോൺഗ്രസിനൊപ്പം ഇടതുമുന്നണിയിലും ചർച്ചകൾ സജീവമാകുന്നു എന്നാണ് സാഹചര്യം. അധികമായി കൂട്ടിച്ചേർത്ത തലനാട് സീറ്റ് വേണമെന്ന് കേരള കോൺഗ്രസ് എം ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റുകളിൽ വീതം CPM-ഉം കേരള കോൺഗ്രസ് എമ്മും മത്സരിച്ചിരുന്നു. അധികമായുള്ള സീറ്റ് വിട്ടു നൽകിയാൽ കേരള കോൺഗ്രസിന് 10 സീറ്റുകളാവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകളായിരുന്നു CPIക്ക് അനുവദിച്ചിരുന്നത്. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, കോൺഗ്രസിന്റെ നേരത്തെയുള്ള മുന്നൊരുക്കങ്ങൾ വാർത്തകളിൽ നിറഞ്ഞതാണ്. ഇപ്പോൾ ഇടതുമുന്നണി കോട്ടയത്ത് നടക്കുന്ന ആലോചനകൾ എങ്ങനെയാണ്? നമുക്കറിയാം, കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള തർക്കം തുടങ്ങിയത് തന്നെ മുമ്പ് കോട്ടയത്തെ ജില്ലാ പഞ്ചായത്തിനെ ചൊല്ലിയാണ്. ഇതാ ഒടുവിൽ ഇപ്പോഴേക്ക് വരുമ്പോൾ ഇടതുമുന്നണിയിലേക്ക് വരുമ്പോൾ ഇടതുമുന്നണിയിൽ ഇതൊരു തർക്ക വിഷയമായി മാറുന്നുണ്ടോ, അതോ പരിഹാരം ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ? പരിഹാരം ഉണ്ടായിട്ടില്ല സജിത്ത്. ഇന്ന് വൈകുന്നേരം ചേരുന്ന ചർച്ചയോടുകൂടി ഒരുപക്ഷെ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. സജിത്ത് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലുള്ള ഒരു രാഷ്ട്രീയം കോട്ടയം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേരള കോൺഗ്രസുമായി എമ്മുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ UDF രാഷ്ട്രീയത്തിൽ ഉണ്ടായത്. അത് LDF രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമോ എന്ന കൗതുകം ബാക്കിയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ തവണ തുല്യ ശക്തികളായിട്ടായിരുന്നു ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികളുടെ സീറ്റെണ്ണം എടുത്തു കഴിഞ്ഞാൽ 9-9-4 സീറ്റ് കേരള കോൺഗ്രസ് എം, 9 സീറ്റ് CPM, 4 സീറ്റ് CPI എന്ന നിലയിലായിരുന്നു ഈ സീറ്റ് എണ്ണം ഉണ്ടായിരുന്നത്. അതായത് ഈ ശക്തി നോക്കിക്കഴിഞ്ഞാൽ കോട്ടയത്ത് CPM-ഉം കേരള കോൺഗ്രസ് എമ്മും തുല്യ ശക്തികളായിട്ടാണ് മത്സരിച്ചിരുന്നത്. ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ പ്രാധാന്യം തീർച്ചയായും ഉണ്ട്. ഇത്തവണ അത് 1 സീറ്റ് ഇതാ കൂടിയിരിക്കുന്നു. അതായത് 22 ഡിവിഷൻ എന്നുള്ളത് 23 ഡിവിഷനായി മാറിയിരിക്കുന്നു. അധികമായി വന്നത് തലനാട് ഡിവിഷനാണ്. ഈ ഡിവിഷൻ കേരള കോൺഗ്രസ് എം ചോദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് അവരതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പൂഞ്ഞാറിൽ നിന്നൊക്കെ അടർത്തി മാറ്റിയ പല ഭാഗങ്ങളും ചേർത്തുകൊണ്ടാണ് തലനാട് രൂപപ്പെട്ടിരിക്കുന്നത്. മറ്റിടങ്ങളിലൊന്നും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. അതായത് 9 സീറ്റ് എന്നുള്ളത് 10 സീറ്റ് എന്ന ആവശ്യത്തിലേക്ക് കേരള കോൺഗ്രസ് എം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അത് CPM അംഗീകരിക്കുമോ എന്നുള്ളതാണ്. ഇതിപ്പോ തലനാട് ചോദിച്ചു, തലനാട് കൊടുക്കുക, പകരം വേറെ ഏതെങ്കിലും ഒരു സീറ്റ് CPM കേരള കോൺഗ്രസ് എമ്മിന്റെ ഏറ്റെടുക്കുമോ എന്നുള്ള ചോദ്യം ബാക്കിയാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും 1 സീറ്റ് അധികമായി കൊടുത്തുകൊണ്ട് കോട്ടയത്തെ ഏറ്റവും വലിയ പാർട്ടി കേരള കോൺഗ്രസ് എം എന്ന നിലയിൽ ഇടതുമുന്നണിയിൽ ആ കണക്കുകൾ വെച്ച് പരിശോധിച്ചാൽ അതുണ്ടാകുമോ എന്നുള്ള കൗതുകമാണ് ഇനി ബാക്കിയാകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കേരള കോൺഗ്രസ് എമ്മിന് കൈവിട്ട് സീറ്റുകൾ അകമഴിഞ്ഞ പിന്തുണ നൽകിയിരുന്ന പാർട്ടിയാണ് CPM. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ 10ാമത്തെ സീറ്റ് കൂടി കേരള കോൺഗ്രസ് എമ്മിന് നൽകിയാൽ അവരെ തൃപ്തിപ്പെടുത്താൻ, അല്ലെങ്കിൽ മധ്യ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അത് ഗുണമാകുമെന്ന് കരുതിയാൽ CPM അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ ചർച്ച വളരെ നിർണായകമാണ്. ഇപ്പോൾ തലനാട് അല്ലെങ്കിൽ പകരം ഏതെങ്കിലും ഒരു 10ാമത്തെ സീറ്റ്, അതായത് കോട്ടയത്തെ ഏറ്റവും വലിയ പാർട്ടി തങ്ങളാകുക എന്നുള്ളതാണ് ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസ് എം ലക്ഷ്യം വെക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താഴെത്തട്ടിലുള്ള ചർച്ചകൾ തുടരുകയാണ്. നമുക്കറിയാം, ഏറ്റവും അവസാനമാണ് ഈ സംവരണത്തിന്റെയൊക്കെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ അടക്കമുള്ള കാര്യത്തിലുള്ള താഴെത്തട്ടിൽ ബ്ലോക്കിലും ഗ്രാമപഞ്ചായത്തിലൊക്കെയുള്ള ചർച്ച തുടരുകയാണ്. അതിനപ്പുറത്തേക്ക് വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത്. എന്തായാലും ഇന്ന് വൈകുന്നേരം നടക്കുന്ന ചർച്ചയോടെ ഇതിലൊരു അന്തിമ തീരുമാനമുണ്ടാകുമോ, അതോ വീണ്ടും ചർച്ചകളിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ള കൗതുകമാണ് ബാക്കിയുള്ളത്. ശ്രീജിത്ത്, കോട്ടയം ജില്ലാ പഞ്ചായത്തിനും അപ്പുറം ഈ തദ്ദേശത്തിലെ ഈ കേരള കോൺഗ്രസുമായുള്ള സീറ്റ് വീതം വെപ്പിൽ, ഓരോ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അടക്കം വീതം വെപ്പിൽ എന്തെങ്കിലും ഒരു തർക്കത്തിന് ഇടവയ്ക്കുന്ന സാഹചര്യം പൊതുവിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. കഴിഞ്ഞ തവണ ഈ CPI ചില അവകാശവാദം ഉന്നയിച്ചത്, അതായത് കേരള കോൺഗ്രസിനെ അത്ര കണ്ട് അംഗീകരിക്കാൻ അന്ന് CPI തയ്യാറാവാതെ വന്നത് തുടക്കത്തിൽ വലിയ വെല്ലുവിളി ഉണ്ടായല്ലോ. 5 വർഷത്തിനിപ്പുറം ഒന്നിച്ച് നിന്ന് പോയതിന് ശേഷമാണ് വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ ഇത് പൊതുവിൽ ജില്ലാ പഞ്ചായത്തിനപ്പുറം മറ്റിടങ്ങളിൽ ഏതെങ്കിലും പ്രത്യേക പഞ്ചായത്തുകളിലോ മറ്റും തർക്ക വിഷയമായി മാറിയിട്ടുണ്ടോ, അതോ ഇടതുമുന്നണി സ്വാഭാവിക ചർച്ച നടത്തി പരിഹരിക്കാവുന്ന വിഷയം മാത്രമേ ഉള്ളൂ ഇത്? സജിത്തെ, അങ്ങനെ പുറത്തു വരുന്ന രീതിയിൽ കാര്യമായ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. അതായത് സജിത്ത്, LDF-ൽ
ഉള്ള ഒരു ഗുണം ഇപ്പോൾ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലായിരിക്കില്ല കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങൾ. അതാണ് ഇടതു മുന്നണിയിലുള്ള ഒരു ഗുണം. ഒരുപക്ഷെ ക്രൈസ്തവ മേഖലകളിൽ കാര്യമായ പലയിടത്തും സ്വാധീനമുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം. അവിടെ അതിനപ്പുറത്തേക്ക് ചില ഇടങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത സ്വാഭാവികമായുണ്ട്. സീറ്റ് ആഗ്രഹിച്ചിരുന്ന പലരും അതിനുവേണ്ടി രംഗത്ത് വരികയും പാർട്ടികൾ അതിനുവേണ്ടി ശക്തമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷെ ഒരു പൊട്ടിത്തെറിയിലേക്ക് ഇതുവരെ ഒരു പാർട്ടിയിലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇതുവരെ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇനിയും ദിവസങ്ങളുണ്ട്. അതിലൊരു വ്യക്തത ഇനിയും, അതായത് കൂടുതൽ ബലംപിടുത്തങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഒരുപക്ഷെ ജില്ലാ പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിലെ ഒരു വലിയ കടുംപിടുത്തത്തിലേക്ക് ഒരുപക്ഷെ കേരള കോൺഗ്രസ് എമ്മും പോകാൻ സാധ്യതയില്ല. കാരണം അവർ ഈ മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്ന തീരുമാനത്തോടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടൊരു ഒരു പൊട്ടിത്തെറിയിലേക്ക് ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിൽ പോകാനുള്ള സാധ്യതയില്ല. അതേസമയം തന്നെ താഴെത്തട്ടിൽ പല പ്രവർത്തകർക്കും പല നേതാക്കൾക്കും മത്സരിക്കുന്നതിന് ആവശ്യമായ സീറ്റുകൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കേവലം ഇടതുമുന്നണിയിലെ കാലം മാത്രമല്ല, UDF-ലോ അല്ലെങ്കിൽ BJP-ലോ ഒക്കെ അത്തരം സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു പൊട്ടിത്തെറിയിലേക്ക് ഒരു മുന്നണിയിലെ കാര്യങ്ങളും എത്തിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയാൻ കഴിയുന്നത്. അതാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ രാഷ്ട്രീയ നീക്കമാണ്. കാരണം അത് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ പഞ്ചായത്ത് വാർഡുകളുടെ വിഭജനമുണ്ടായപ്പോൾ പുതിയതായി രൂപപ്പെട്ട ഇടം തലനാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസിന്റെ അവകാശവാദം CPM ഇതിന് വഴങ്ങുമോ എന്ന ചോദ്യമാണ്. CPI എടുക്കുന്ന നിലപാട് നിർണായകമാണ്. എന്തായാലും ഇന്ന് ഈ ചർച്ച പൂർത്തിയാവുമ്പോൾ കോട്ടയത്തെ കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിലെ തുടർ ചർച്ചകളും നമുക്ക് പ്രതീക്ഷിക്കും.